സിപിഐഎമ്മിൽ തർക്കം മുറുകുന്നു. വി ജോയിക്കെതിരെ കടകംപള്ളി. സിപിഐഎം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സ്ഥാനത്തെ ചൊല്ലി പാർട്ടിയിൽ ഭിന്നത രൂക്ഷമാകുന്നു. വി ജോയിയെ ജില്ലാ സെക്രട്ടറിയാക്കുന്നതിനെ ശക്തമായി എതിർത്ത് മുതിർന്ന നേതാവ് കടകംപള്ളി സുരേന്ദ്രൻ രംഗത്തെത്തി. വി ജോയിക്ക് പകരം മന്ത്രി വി ശിവൻകുട്ടിയെ ജില്ലാ സെക്രട്ടറി ആക്കണമെന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ ആവശ്യപ്പെട്ടത്. ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന സമിതി അംഗങ്ങളുടെ യോഗത്തിൽ വി ശിവൻകുട്ടിയുടെ പേര് കടകംപള്ളി ഔദ്യോഗികമായി നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നാൽ കടകംപള്ളിയുടെ നിർദ്ദേശം തള്ളിയ സംസ്ഥാന നേതൃത്വം സമ്മേളനം തെരഞ്ഞെടുത്ത വി ജോയി തന്നെ സെക്രട്ടറി സ്ഥാനത്ത് തുടരട്ടെ എന്ന നിലപാടാണ് സ്വീകരിച്ചത്. കനത്ത മഴയിൽ കണ്ണൂർ നഗരത്തിൽ നാശനഷ്ടം. മതിലും കെട്ടിടവും റോഡിലേക്ക് ഇടിഞ്ഞു വീണു. ഈ സമയം റോഡിലുണ്ടായിരുന്ന കാൽനട യാത്രക്കാർ ഓടി രക്ഷപ്പെട്ടതിനാൽ തലനാടിരയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത്. തളാപ്പ് LIC ഓഫീസിനടുത്ത് NKBT പമ്പിന് പിറകുവശത്തെ സർവീസ് സ്റ്റേഷനോട് ചേർന്നുള്ള പഴയ കെട്ടിടവും മതിലുമാണ് കനത്ത മഴയിൽ ഇടിഞ്ഞു വീണത്. അപകടത്തിൽ വൈദ്യുതി ലൈനുകളും കേബിളുകളും പൂർണ്ണമായും തകർന്നു. ചൊവ്വാഴ്ച രാവിലെ റോഡിലൂടെ നടന്നു പോകുന്നവർ മതിൽ ഇടിയുന്നത് കണ്ടതോടെ ഓടി രക്ഷപ്പെടുകയായിരുന്നു. സമീപത്തായി കോർപ്പറേഷൻ ശുചീകരണ തൊഴിലാളികൾ ഓടകൾ ശുചീകരിക്കുന്നതിനിടെയായിരുന്നു അപകടം സംഭവിച്ചത്. അപകടത്തെ തുടർന്ന് റോഡ് വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. വൈദ്യുതി ലൈൻ പൊട്ടിവീണത് ആശങ്കയ്ക്ക് ഇടയാക്കി. അഗ്നിരക്ഷാസേന ജില്ലാ ഫയർ ഓഫീസർ അരുണിന്റെ നേതൃത്വത്തിൽ സേനാംഗങ്ങൾ തകർന്നു വീണ കെട്ടിടത്തിന്റെയും മതിലിന്റെയും അവശിഷ്ടങ്ങൾ റോഡിൽ നിന്നും നീക്കം ചെയ്തു. KT ജലീൽ വീണ്ടും അധ്യാപക രംഗത്തേക്ക്. തിരൂരങ്ങാടി PSMO കോളേജിൽ ചരിത്ര വിഭാഗം പ്രൊഫസറായി തിരിച്ചെത്തുന്നു. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലാണ് പുതിയ ജോലി വിവരങ്ങൾ മുൻമന്ത്രി പങ്കുവച്ചത്. എയ്ഡഡ് അധ്യാപകർ മത്സരിക്കാൻ പാടില്ലെന്ന ഹൈക്കോടതി വിധിയെ തുടർന്നാണ് 2021 ജോലിയിൽ നിന്ന് രാജിവെച്ചത്. 1994 PSMO കോളേജിൽ ചരിത്ര അധ്യാപകനായി ചേർന്നു. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ജലീൽ അധ്യാപകനായി എത്തുന്നത്. KSEBിക്കെതിരായ മരമുറി പരാതിയിൽ ഇടപെട്ട വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. ദുരന്ത നിവാരണ ഉത്തരവ് പ്രകാരം വൈദ്യുതി ലൈനിന് മുകളിലേക്കുള്ള മരങ്ങൾ നോട്ടീസ് നൽകി മുറിക്കാൻ പത്തനംതിട്ട കളക്ടർ അനുമതി നൽകിയിരുന്നു. എന്നാൽ നോട്ടീസ് നൽകാതെ വ്യാപകമായി മരങ്ങൾ മുറിച്ചെന്ന പരാതിയാണ് തിരുവല്ല ഡിവിഷനിൽ നിന്നും ഉയർന്നു വന്നത്. ഇക്കാര്യം വിശദമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് സണ്ണി ജോസഫിന്റെ നിർദ്ദേശം. പത്തനംതിട്ട ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർക്കാണ് നിർദ്ദേശം നൽകിയത്. വാർത്താക്കുറിപ്പിലൂടെയാണ് മന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യം അറിയിച്ചത്. മലമ്പുഴ ഡാമിൽ സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാനിറങ്ങിയ കോളേജ് വിദ്യാർത്ഥിയെ കാണാതായി. തെക്കേ മലമ്പുഴ മേഖലയിലാണ് അപകടമുണ്ടായത്. പാലക്കാട് ഇരട്ടിയാറിലെ സ്വകാര്യ കോളേജിലെ വിദ്യാർത്ഥിയാണ് ഡാമിലെ ഒഴുക്കിൽപ്പെട്ടത്. ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിയോടെയായിരുന്നു നാടിനെ നടുക്കിയ സംഭവം. കോളേജിൽ നിന്നും സുഹൃത്തുക്കൾക്കൊപ്പം മലമ്പുഴയിലെത്തിയ വിദ്യാർത്ഥികളുടെ സംഘം ഡാമിൽ കുളിക്കാനിറങ്ങുകയായിരുന്നു. കുളി കഴിഞ്ഞ് സുഹൃത്തുക്കൾക്കൊപ്പം നീന്തി തിരികെ കരയിലേക്ക് കയറുന്നതിനിടെയാണ് വിദ്യാർത്ഥി അപ്രതീക്ഷിതമായി വെള്ളത്തിലകപ്പെട്ടത്. ഒപ്പമുണ്ടായിരുന്നവർ ഉടൻ തന്നെ വിവരമറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി ദ്രുതഗതിയിൽ തിരച്ചിൽ ആരംഭിച്ചു. എന്നാൽ വൈകിട്ടോടെയുണ്ടായ വെളിച്ചക്കുറവും കനത്ത ഇരുട്ടും കാരണം രാത്രിയോടെ താൽക്കാലികമായി തിരച്ചിൽ നിർത്തിവെക്കേണ്ടി വന്നു. കാണാതായ വിദ്യാർത്ഥിക്കായുള്ള തിരച്ചിൽ ബുധനാഴ്ച രാവിലെ വീണ്ടും പുനരാരംഭിക്കും. കൂടുതൽ സജ്ജീകരണങ്ങളോടെ ഫയർഫോഴ്സിന്റെ സ്കൂബ ഡൈവിംഗ് സംഘമടക്കം സംഭവസ്ഥലത്തെത്തി നാളെ രാവിലെ മുതൽ ഡാമിൽ വിശദമായ പരിശോധന നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു.